തലശ്ശേരി അതിരൂപതയിൽ ചുള്ളി സെന്റ് മേരീസ് ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സന്യാസ സഭയിൽ ഈ പരിശുദ്ധമായ ആശ്രമത്തിൽ പ്രിയ ഏറെ സന്തോഷകരമാണ്. പല കാരണങ്ങൾ കൊണ്ടും പ്രധാനപ്പെട്ട ഒരു കാരണം, ഞങ്ങൾ ചെറുപ്പം മുതലേ കളിച്ച് ചിരിച്ച് ഇണങ്ങിയും പിണങ്ങിയും പ്രാർത്ഥിച്ചും വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വളർന്ന വീടാണിത്. ദൈവം ഏറെയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ വർഷിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ധാരാളമായി എല്ലാ തരത്തിലും അനുഗ്രഹിച്ചു, സാമ്പത്തികമായും എല്ലാ തരത്തിലും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ സ്ഥലം വിട്ടിട്ട് സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് മാറാവുന്നു. ഈ സ്ഥലം വിഷയത്തിൽ ഏറെ പരിശ്രമിച്ചു. പക്ഷേ ആരും രൂപായിട്ടും എത്ര വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വന്നില്ല. കോട്ടയിൽ പോയി ധ്യാനം കൂടി പ്രാർത്ഥിച്ചു ഈ സ്ഥലം നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈശോ ഒരു സന്ദേശം തന്നു, ഈ സ്ഥലം വിൽക്കാനുള്ളതല്ല, ഈ സ്ഥലത്തെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. പിന്നീട് അതിനെ പരിശ്രമിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ച് ഇരുന്നപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പ്രേരണ ഈശോ ചോദിച്ചു. ഞാൻ സെമിനാരിൽ ചേർത്ത് കഴിഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കർത്താവ് ധാരാളമായ അനുഗ്രഹം നൽകിയിട്ടുണ്ടല്ലോ. നമുക്ക് ഈ സ്ഥലവും ഈ വീടും ഈശോയ്ക്ക് കൊടുക്കാനോ കുറ്റിക്കലച്ച് കൊടുക്കാം. അച്ഛൻ ആ സമയത്ത് ഒരു സ്ഥലവും വീടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആശ്രമം ആരംഭിക്കുന്നതിന് വേണ്ടി. ഗൾഫിലായിരുന്നപ്പോൾ പണി പിടിപ്പിച്ച വീടായിരുന്നു, അതിൻ്റെ തൊട്ട് താഴെയുള്ള വീട്. എല്ലാവരും അത് അംഗീകരിച്ചു. അങ്ങനെ സന്തോഷത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ ഈ വീടും മടത്തും ഈശോയ്ക്കായിട്ട് സമർപ്പിച്ചു. അന്ന് നായ്ക്കുട്ടിപ്പാറയിലെ അച്ഛൻ ആശ്രമം തുടങ്ങിയ സമയമായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ എല്ലാവരും സമർപ്പിച്ചു. അത് നോക്കുക, ആ വീട് ഇപ്പോൾ ഒരു ദേവാലയമായി മാറിയിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ജൂലൈ മാസം 30-ാം തീയതി മിഷണറി സൊസൈറ്റി ഓഫ് മാർജിനലൈസ്ഡ് എന്ന പേരിൽ കുട്ടിക്കലിച്ചൻ ഫൗണ്ടറായി ആശ്രമത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അതിനുശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാ വർഷം വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഈ ദൈവം നൽകിയ സകല അനുഗ്രഹങ്ങളുമായി നന്ദി പറയുന്നതിന് വേണ്ടി കൂടിയായിട്ടാണ് ക്രിയാക്കുന്നത്. മാത്രമല്ല, യൂട്യൂബിലൂടെ എൻ്റെ സന്ദേശങ്ങൾ വീഡിയോ കാണുന്നവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അച്ഛാ മലയാളത്തിൽ കുർബാന ഞങ്ങൾക്ക് വേണ്ടി ചെല്ലി അത് അപ്ലോഡ് ചെയ്യണമെന്ന്. അതിനു വേണ്ടി കൂടിയായിട്ടാണ് ഈ വലിയ അർപ്പണം. പ്രിയപ്പെട്ടവരെ, ഭക്തിയോടുകൂടെ, ശ്രദ്ധയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, യോഗ്യതയോടുകൂടെ നമുക്ക് ഈ കുർബാനയിൽ പങ്കുചേരാം. Sahara
പരിശുദ്ധൻ നീ പരിശുദ്ധൻ
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്ത്രീകന്മാരാവുന്ന അടിത്തറമേൽ പണിയപ്പെട്ട അങ്ങയുടെ സഭയെ ദയാപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ വചനമനുസരിച്ച് വിശുദ്ധിയിൽ വളരാനും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. രക്ഷയുടെ ഉറവിടമായ ദിവ്യരഹസ്യങ്ങളെ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം നമ്മുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടിൽ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Oh,
സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സുസ്ഥിരനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവഗുണത്തിൽ ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അധ്യായം 3 25 മുതൽ 20. വിശ്വാസമുദ്രനെ അനുഗ്രഹിക്കട്ടെ. ചൂളയുടെ ചുറ്റും നിലയുറപ്പിച്ച കൽദായരെ അത് ദഹിപ്പിച്ചു കളഞ്ഞു. അസീറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിന്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി. ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി. അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല. അതവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. അപ്പോൾ അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവരാണ്. അങ്ങയുടെ നിന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അതേക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുറക്കുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നേക്കും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. കെരൂബുകളുടെ മേലിരുന്ന് അഗാധങ്ങൾ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നേക്കും സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവരാണ്. അങ്ങ് എന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. ആകാശവിധാനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവരാണ്. അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ്. കർത്താവിന്റെ സൃഷ്ടികളെ അവിടുത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്തുതി പാടുവിൻ. എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിന്റെ ദൂതന്മാരെ അവിടുത്തെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ആകാശത്തിന് മുകളിലെ ജലസഞ്ചയമേ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ആധിപത്യങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. സൂര്യനും ചന്ദ്രനും കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. മഴയെ മഞ്ഞ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. അഗ്നിയെ ചൂളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ഹേമന്തിലെ ശൈത്യമേ, ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ.
സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവേ, ആശീർവദിക്കണമേ. വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരനെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലത് ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയുക, കർത്താവേ, നിന്നെ വിശ്വസിക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും
ദാനീതനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും, എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലും ആയിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിങ്ങൾ വിശപ്പിച്ചവനായോ, ദാഹിച്ചവനായോ, പരദേശിയായോ, നഗ്നനായോ, രോഗിയോ, കാരാഗ്രഹത്തിൽ കഴിയുന്നതുമായി കണ്ടവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നത് എപ്പോൾ? അപ്പോൾ അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവരെ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. നാം ഈ കേട്ട തിരുവചനം നിരന്തരം ധ്യാനിക്കേണ്ടതുണ്ട്. ഇപ്രകാരം ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിരന്തരം ധ്യാനിക്കുന്ന പക്ഷം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏക ലക്ഷ്യമായ ആ നിത്യജീവൻ, ആ സ്വർഗീയ ജീവൻ അവകാശപ്പെടുന്നതിന് നമുക്ക് ഉപകാരപ്പെടും. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ് നിത്യജീവൻ. ഈ നിത്യജീവന തടസ്സമായി നിൽക്കുന്നത് നമുക്കറിയാം, ലോകത്തിൻ്റെതായ മോഹങ്ങളാണ്, മായകളാണ്, പാപങ്ങളാണ്, ജഡികതയാണ്. ഈ കാലഘട്ടത്ത് പിശാചിന് ലക്ഷ്യമുണ്ട്. എന്താണെന്നറിയാമോ? മനുഷ്യനെ എല്ലാ തരത്തിലും ലോകത്തിൻ്റെതായ ശുഭജീവനങ്ങളിൽ പെടുത്തി കെണിയിലാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പറ്റി ചിന്തിക്കാൻ പോലും ഒരവസരം കൊടുക്കാതിരിക്കുക. അത് വാസ്തവത്തെ നോക്കിക്കേ, ചെറുത് മുതൽ വലുത് മുതൽ വലിയ ആൾക്കാർ വരെ ഉള്ള ഇവരുടെ ജീവിതം നോക്കുക. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തെ ജീവിതം പുതിയ പുതിയ കമ്മ്യൂണിക്കേഷൻ മീഡിയ വഴിയായി നിരന്തരം നാം ഏതെല്ലാം ലോകങ്ങളിലൂടെ കടന്നു പോകുന്നു. മൊബൈൽ വഴിയായി, ഇന്റർനെറ്റ് വഴിയായിട്ടും ഏതെല്ലാം ഭാവനകളിലൂടെ കടന്നു പോകുന്നു. ദൈവത്തെ പറ്റി ചിന്തിക്കാനോ തൻ്റെ ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കുവാനോ സമയമില്ല. ഫ്രാൻസിസ് സേവ്യർ ഒരു കാലത്ത് പോലെ എല്ലാ പ്രശ്നങ്ങളിൽ ചിന്തിച്ച് സർവകലാശാലയിൽ ഉന്നതമായ ഉദ്യോഗം അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കുറവുമില്ലായില്ല. ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് വിശുദ്ധ ഇഗ്നേഷ്യസിനെയുള്ള ഒരു ചോദ്യം ചോദിച്ചു. ഫ്രാൻസിസ്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നശിച്ചാലും അതുകൊണ്ട് എന്ത് ഫലം? അല്ലെങ്കിൽ തന്റെ ആത്മാവിന് പകരമായി ഒരുവൻ എന്ത് നൽകും? ആ തിരുവചനം, ഇരുത്തല്ല വാൾ മൂർച്ചയുള്ള ആ തിരുവചനം ആ ഫ്രാൻസിസിന്റെ ഹൃദയത്തെ കീറി മുറിച്ചു. ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് ഇവിടെ പോകും.
തീരുമാനമെടുക്കാൻ സമയം വേണ്ടി വന്നിരുന്നില്ല പ്രിയപ്പെട്ടവരെ. അദ്ദേഹം ആ ജോലി ഉപേക്ഷിക്കുക മാത്രമല്ല, ആത്മാവിന്റെ വിലയെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ സത്യം മനസ്സിലായി. ആത്മാവ് നിത്യമാണ്, മാനുഷിക ജീവൻ ഏറ്റവും ചെറുതാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിത്യജീവനിൽ ഈ ഭൂമിയിലെ നമ്മുടെ സാധാരണ ജീവിതം ഒരു മനുഷ്യൻ 100 വർഷം ജീവിക്കുകയാണെങ്കിൽ 100 വർഷം നിത്യജീവനെ ഉപയോഗിക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും ആകുന്നില്ല, ഒരു സെക്കൻഡ് പോലും ആകുന്നില്ല. നിത്യജീവനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, ആത്മാവിന്റെ വിലയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു ഞെട്ടലോടുകൂടെ ഈ സത്യം ആ വ്യക്തി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ തന്റെ ജോലി ആചരിച്ചതും സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് ജെസ്യൂട്ട് സഭയിൽ അംഗമാകാൻ ആഗ്രഹിച്ച് അവിടെ ചേർന്നു. ചേർന്ന ശേഷം അദ്ദേഹത്തിന് തൊട്ടടുത്ത രാജ്യങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യാമായിരുന്നു. എന്നാൽ പാരീസിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഇത്രമാത്രം അകലെ ഭാരതത്തിലേക്ക് വരുവാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം ആഗ്രഹിച്ചത്? കാരണം ആത്മാവിന്റെ വിലയെപ്പറ്റി അദ്ദേഹം വ്യക്തമായി മനസ്സിലാക്കി. ഭാരതത്തിൽ കോടിക്കണക്കിന് ജനതകൾ അന്തർമാനത്തിൽ കഴിഞ്ഞുപോകുന്നു. വിഗ്രഹാരാധനയുടെ പൈശാചിക ശക്തികൾ ബന്ധിച്ചു വെച്ചിരിക്കുന്ന അവരെ മോചിപ്പിക്കുകയായിരുന്നു, രക്ഷിക്കുകയായിരുന്നു ആ വിശുദ്ധന്റെ ലക്ഷ്യം. അതിന്റെ കാലങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ സമുദ്രയാത്രയിൽ യാതൊരു സുരക്ഷിതത്വമില്ല. എത്തിയാലെത്തി, അങ്ങനെ അനേകം നഷ്ടപ്പെട്ടു. കാറ്റിന്റെ ദിശ അനുസരിച്ച് വേണം യാത്ര ചെയ്യാം. ഏറെ ബുദ്ധിമുട്ടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവ മഹത്വത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഭാരതത്തിലെത്തിയത്. എത്ര വർഷം ജീവിച്ചു പ്രിയപ്പെട്ടവരെ? വെറും 10 വർഷം മാത്രം. വെറും 10 വർഷത്തെ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് ആത്മാക്കളെയാണ് ദൈവത്തിനായി നേടിയത്. നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ആ ദേവാലയത്തിന്റെ വലതുഭാഗത്ത്, ഓൾട്ടറുടെ വലതുഭാഗത്ത് അദ്ദേഹത്തിന്റെ പൂജ്യമായ വലതുകൾ ഇപ്പോഴും വെച്ചിരിക്കുന്നു. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആത്മാക്കൾക്ക് അമോദിസ കൊടുത്ത പൂജ്യമായ ഫ്രാൻസിസുകാരുടെ കാര്യം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മദർ തെരേസയുടെ പ്രവർത്തന രീതികളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതകാലത്ത് തന്നെയാണ് വിശുദ്ധ ജീവിച്ചതും മരിച്ചതും. ആരുമാരുമില്ലാതെ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവരെ അവരെ എടുത്ത് ആലിംഗനം ചെയ്ത് സ്നേഹിച്ച് ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ വെച്ചുകെട്ടി അവരെ സ്നേഹിച്ച് എത്ര ആത്മാക്കളെ ദൈവത്തിനായി നേടി. ഒരിക്കലും വിദേശത്തിൽ വന്ന പത്രപ്രവർത്തകൻ ഒരു രോഗിയുടെ ചീഞ്ഞളഞ്ഞ ഒരു മുറിവ് വെച്ചു കെട്ടുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, ലക്ഷക്കണക്കിന് ഞാൻ പ്രവർത്തി ചെയ്യുന്നു. വിശുദ്ധ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് യേശുവിന്റെ നാമത്തിൽ, യേശുവിനെ പ്രതി, യേശുവിന് വേണ്ടിയില്ല. എങ്ങനെയുള്ള ഓരോ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവരെയും ഈശോയെ ഈശോ പറഞ്ഞില്ലേ, ഈ ചെടിയിൽ ഒരു കുഞ്ഞും ഈ ചെയ്തത് അത് എനിക്ക് വേണ്ടിയാണ്. അത് ആ വചനമോ. നമുക്കറിയാം, ഇതുപോലത്തെ എത്രയോ വിശുദ്ധരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളച്ഛൻ
ഇങ്ങനെയുള്ള വിശുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടും കർത്താവിന്റെ ഈ വചനം ധ്യാനിച്ചുമാണ് ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ എത്രയോ പേര് ഇവിടെ ഇതുപോലെ വലിയ ആശ്രമങ്ങൾ തുടങ്ങി എത്ര പേർക്ക് പ്രേരണയായി. അത് പറയും നമ്മുടെ യാത്രകളും ഈ അമ്മമാരും എല്ലാവരും അവർക്കും വീടുകളൊക്കെ ഉണ്ട്. വീട്ടുകാരെ നാട്ടുകാരെ എന്തോ ഉപേക്ഷിച്ചുകൊണ്ട് അവരും ഈ പ്രവർത്തനങ്ങൾ ഈ വിശുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് അതേ കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിച്ചെങ്കിൽ അവർ വചനം ധ്യാനിച്ചു, അവർക്ക് പ്രേരണയായി മാറി. ഇനിയൊരു കാര്യം ശ്രദ്ധിക്കാൻ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം, ഓ അവരുടെ പ്രത്യേകതയിൽ അവരെ സ്വീകരിച്ചു, അവരങ്ങനെ അവരുടെ ഇതിലേക്ക് പോകുന്നു, നാം ഇന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്ത പാടില്ല. കാരണം ഇന്നത്തെ സന്ദേശം വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, അന്തിമ വിധിയിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളായിരിക്കും. ഒന്ന് നീതിമാന്മാരാണുള്ളത്, ഒരു കൂട്ടം നീതിമാന്മാരെല്ലാത്തവരും. നീതിമാന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിയ വിളിയനുസരിച്ച് ആ വിളിക്കനുസൃതമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി നാം പ്രവർത്തിച്ചുകൊണ്ട് ഒരു കുടുംബജീവിതം നയിക്കുന്നവരാണ്. ഒരു ഭർത്താവിന്റെ കടമ, ഒരു ഭാര്യയുടെ കടമ, മക്കളുടെ കടമ നിർവഹിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറിയാൽ അവരുടെ ആത്മാവിൽ നഷ്ടപ്പെടില്ല. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവർ ദൈവത്തെ ജീവിച്ചു. കർത്താവ് മാത്രമേ പറയുന്നുള്ളൂ, പാപത്തിൽ നിന്ന് മക്കളെ അകന്നു മാറിക്കുക, നന്മ ചെയ്യുക, ദൈവത്തെ ആശ്രയിച്ച് മുന്നേറുക. അതുകൊണ്ട് ദൈവങ്ങളെ ജീവിതം വളരെ വളരെ ഗൗരവമായിട്ടിടണം. കാരണം കണ്ണടയ്ക്കുന്ന വേദനയിൽ ഈ ജീവിതം പെട്ടെന്ന് തീർന്നു. ഒരിക്കൽ കൂടെ ഓർക്കുക, നിത്യജീവനെ വെച്ച് നിത്യജീവനെ ഉപകരിക്കുന്ന പക്ഷം ഈ ഒരു മനുഷ്യന് 100 വർഷം ജീവിച്ചാൽ ഒരു സെക്കൻഡ് പോലും ആകില്ല. അതിനുശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് നിത്യമാണ്. ഒന്ന് നിത്യമായ ജീവിതം, രണ്ട് നിത്യമായ പീഡനങ്ങളുടെ സ്ഥലം നരകം. ഇത് രണ്ടും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നാം ദൈവസ്നേഹത്തെ പിന്നെ ജ്വലിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ ഒന്നായി അനുസരിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് നാം ജീവിക്കണം. അങ്ങനെ നാം നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കണം. ഇനി നാം ചെയ്യുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൂടെ മനുഷ്യൻ ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ ഭയമുണ്ടാകുന്ന കാരണം സ്വർഗം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ചിലവർക്ക് പോലെ ചിലവില്ല, സ്വർഗത്തിൽ ലഭിച്ചില്ലെങ്കിലും എല്ലാം സ്വർഗം ലഭിക്കുന്നില്ലാത്ത പക്ഷം പിന്നെ ആ വ്യക്തി നിത്യമായ നരകം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അതിന് ഒരിക്കലും ചെന്നപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നാം എന്ത് ചെയ്യണം? നന്മ ചെയ്തുകൊണ്ട്, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്, അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട്, പാപത്തിൽ നിന്ന് അകന്നു മാറി വിശുദ്ധ ജീവിതം നയിച്ച് നിത്യജീവിതത്തിന് വേണ്ടി നമുക്ക് യോഗ്യരാകാൻ മാറാം. അതിനായി നമ്മളെ സഹായിക്കാൻ അനേകം വിശുദ്ധരെ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മളൊപ്പം ജീവിച്ചവർ വിശുദ്ധരായി മാറിയിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രയത്നമായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തിയ സത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്ത്രീകന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പരിപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതയാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുവിശേഷം വേല ചെയ്ത് നീതിമാന്മാരുടെ സ്വർഗ്ഗഭാഗ്യത്തിനാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭകളുടെയും തലവനായ ഞങ്ങളുടെ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേൽരാജപുരുഷന്മാരാഭ്യന്തരപുരത്തെയും ഞങ്ങളുടെ പിതാഭിഷ്ണായമാരെയും മറ്റു നാമന്മാരെയും
ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായേ, കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജനമായ ജനം മുഴുവന്റെയും കടനടപ്പത്തിനും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ കൂടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേലും ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അവനുമായി നിർമ്മിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വീകരിക്കുകയും ജീവനടയാളുകയും ചെയ്തതും ഭക്തിയോടും ശ്രദ്ധയോടുകൂടിയ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രാഗ്യസ്മാരും മേൽരക്ഷന്മാരും മെത്രാപുരത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ആജ്ഞാചര്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹത്തിലും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവനും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സജ്ജരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപ്പെടുകയും സൂക്ഷിക്കുകയും പൈതൃകമായ രഹസ്യങ്ങൾ ഉദാസീനപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി ധ്യാനങ്ങൾ ശ്രദ്ധിക്കുകയും വിശുദ്ധരായ ഏകാഗ്രത ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നമ്മോടൊത്തുണ്ടാകട്ടെ.
അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമമെല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതി, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികൾക്കും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കോപന്മാരോട് സാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. പ്രകാരത്തിന്റെ കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ഞാൻ ഈ ചെയ്തതുകളെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം
അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോകാൻ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാൽ ഞങ്ങളെ കടങ്ങൾ ചുമച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയായ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടി. സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ലിയോൻ 14 മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് ആഹ്വാനി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി സകല മെത്രാന്മാർക്ക് വേണ്ടി പുരോഹിതന്മാർ, സംസ്ഥാനന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാസികന്മാരുടെയും സ്നേഹിതന്മാരുടെയും രക്തസാക്ഷികളുടെയും മകനുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം തിരിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ സകല പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ നാമത്തിൽ വേർതിരിപ്പോഴാ മരിച്ചവർക്ക് വേണ്ടി എല്ലാ നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രത്യേകമാടുന്നതിൽ പദഭീഷണി നേരിടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ആത്മഹത്യ പ്രവണതയുള്ളവർക്ക് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിനും ബന്ധുക്കളുടെ മോചനത്തിനും വേണ്ടി യഹൂദജനത്തിനു വേണ്ടി ഇനിയും അങ്ങേ അറിവുണ്ടാക്കുന്നവർ രക്ഷകമാർഗത്തിലേക്ക് വരുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടിയും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ആത്മാവിന്റെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി എന്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, സംസ്ഥാനന്മാർ എന്നിവർക്കും വിശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സദാനുഗമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവനും ബലഹീനനും ക്ലേശിതമായ ഈ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, നമ്മുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ നിശബ്ദരായി അത്ഭുതം പ്രാപിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരെ കുർബാനയിലുള്ള ആത്മത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെയും പാപമോചനത്തിനും മനുഷ്യരുടെ വലിയ പ്രത്യാശയും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒത്തുചേർന്ന് സ്വതരാഗ്രഹമായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഭംഗിയവും വിസ്മയവുമായ ഈ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങയെ അർപ്പിക്കുകയും ചെയ്യുന്നു. യുദ്ധങ്ങൾ ഒഴിവാക്കണം. സമാധാനവും ശാന്തവുമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്കെല്ലാം കർത്താവേ ദൈവമേ, അങ്ങയുടെ പ്രവൃത്തികൃതം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകും, ഞങ്ങൾ തീർത്തും അയോഗ്യരാകും. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വസിയായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതിൽ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പരിതാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
വിശ്വസിക്കാരുടെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ വഴിയുമായി നമുക്ക് എല്ലാവരും പ്രത്യേകങ്ങളെ സമീപിക്കാം. കർത്താവിനുള്ള മാർഗദർശനത്തോടെ അപരാധികളെതിരെ പാപങ്ങളെ പ്രതികരിച്ച് സഹോദരനെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സർവ്വത്തിന്റെ നാഥനായ ദൈവത്തോട് ഹൃദയം പാപമോചനം യാചിക്കുകയും ചെയ്യാം.
ഭാവിയിലെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവനായകനും ദൈവികമായ സംസർഗിച്ചു എല്ലാവർക്കും വീഴ്നാഥമായ ദൈവത്തിന് സ്തുതികളെ സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിൽ സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാളുകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകം ദൈവീകമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മലാഖമാരുടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യ രഹസ്യങ്ങൾ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവജ്ഞാനിക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരണങ്ങളും യോഗ്യരാക്കി പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അമൂല്യമായ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷണം ജീവനാഥാവുമായ നിശ്ചിതാകൃപാപുരം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം അങ്ങയുടെ കാരുണ്യാധികാരത്താലുള്ള കടങ്ങളുടെ പൊതിക്കും പാപങ്ങളും മോചനത്തിനും മരിച്ചവരുടെ ഉയർന്നുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ അങ്ങയെ സന്നിധിയിൽ തീർത്ഥന്മാരിലും ഭക്തിച്ച് എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ സ്നേഹപിതാ സകലേ
നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാകാരങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ